ദില്ലി കേരള ഹൌസിലെ ബോംബ് ഭീഷണിയിൽ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ വീണ്ടും പരിശോധന. മുറികളിലും ഹാളുകളിലും പരിശോധന നടത്തുന്നു. YS അഭിനന്ദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിനന്ദ്, ഈ ബോംബ് ഭീഷണി, പലപ്പോഴും വ്യാജ ഭീഷണി സന്ദേശങ്ങൾ പലയിടങ്ങളിലായി കാണുന്ന കേരള ഹൌസിലെ സംഭവം എന്താണ്? വിവരങ്ങൾ എങ്ങനെ? ശ്രുതി, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ദില്ലി കേരള ഹൗസിൽ ഇത്തരത്തിലേക്ക് ഒരു ബോംബ് ഭീഷണി ഉയർന്നത്. ദില്ലി പോലീസ് ലഭിച്ച സന്ദേശത്തിലായിരുന്നു അത് കേരള ഹൗസും ഉൾപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തന്നെ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ദില്ലിയിലും പരിസര പ്രദേശങ്ങളും ശക്തമാക്കിയിരുന്നു. കാരണം ഈ ദില്ലിയിലെ ചെങ്കോട്ട, ഒപ്പം തന്നെ വിജയ് ചോക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ സുരക്ഷാ ഭീഷണി നേരിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലേക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ദില്ലി പോലീസ് കടക്കുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ദില്ലി കേരള ഹൗസിൽ ബോംബ് ഭീഷണി ഉള്ളത്. ഇപ്പോൾ ഈ ക്യാൻറ്റീനിൽ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൃത്യമായി ഓരോ മുറികളിലും കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. ഇന്ന് ആദ്യഘട്ടത്തിൽ ഇവിടെ പരിശോധന നടത്തി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെയായിരുന്നു പോലീസ് വ്യക്തമാക്കിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നമുക്ക് തന്നിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട VIP പവലിയനടക്കം സുരക്ഷാ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഓരോ മുറികളിലും ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണി മുതൽ ആരംഭിച്ച പരിശോധന 1 മണിക്ക് നിർത്തി. പിന്നീട് 2ാം റൗണ്ട് പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റു സംശയകരമായി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സുരക്ഷാ സേനയും പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ദില്ലിയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞു. ചെങ്കോട്ട സ്ഫോടനത്തിനൊക്കെ പശ്ചാത്തലത്തിൽ ഒരു ചെറിയ ബോംബ് ഭീഷണി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശം വന്നാൽ പോലും സുരക്ഷ ശക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ സാധാരണ രീതിയിലുള്ള പരിശോധനയാണെന്നാണ് വ്യക്തമാക്കുകയും ചെയ്തത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചതെന്നാണ് നിലവിൽ വ്യക്തമാക്കുക. പക്ഷേ കേരള ഹൗസിൽ മറ്റ് സംശയകരമായി ഒന്നും തന്നെ നിലവിലില്ല എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അത് സന്ദേശം അത് വ്യാജമാണോ എന്നടക്കം ഇപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നും ദില്ലി പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രുതി, 12 മണിയോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചത്. ദില്ലി കേരള ഹൗസിലാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. അതേ തുടർന്നുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് YS അഭിനന്ദ് നൽകിയത്.